ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന കാന്താര ചാപ്റ്റർ 1-ന്റെ പ്രീക്വലായ കാന്താര ഇപ്പോൾ തിയേറ്ററിൽ വൻ വിജയം നേടുകയാണ്. പടം തിയേറ്ററുകളിൽ പോയി കണ്ടവരും കാണാത്തവരും ഒക്കെ ഒരുപോലെ ബ്രഹ്മകലശ എന്ന പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ മലയാളം വെർഷൻ പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരൻ കെ.എസ്. ഹരിശങ്കറാണ്. കെ.എസ്. ഹരിശങ്കർ 24 ഈ പാട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട പാട്ടുകാരൻ കെ.എസ്. ഹരിശങ്കറാണ് 24നോടൊപ്പം ഇന്ന് ചേരുന്നത്. ഇന്ന് പറയാൻ കുറച്ചധികം വിശേഷങ്ങളുണ്ട്. കാന്താര ചാപ്റ്റർ 1-ന്റെ വിശേഷങ്ങളുണ്ട് അല്ലേ? വളരെ സന്തോഷം. കാന്താര ചാപ്റ്റർ 1-ലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ. അതിൻ്റെ മലയാളം ബ്രഹ്മകലശം എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതല്ലാതെ വേറൊരു സോങ് അത് റിലീസാവുന്നേ ഉള്ളൂ. ഒരു റൊമാൻറ്റിക് സോങ് ആണ്. അത് 3 ഭാഷയിൽ പാടാനും പറ്റി. സോ ഐ എം വെരി ഗ്ലാഡ് ടു ബി എ പാർട്ട് ഓഫ് കാന്താര. താങ്ക് യു. അതിൽ കാന്താര എന്ന് പറയുമ്പോഴേ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വമ്പൻ ചിത്രങ്ങളിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീക്വൽ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ പ്രേക്ഷകർക്കുണ്ട്. അതുപോലെ അതിലെ പാട്ടുകൾക്കും പ്രതീക്ഷയുണ്ടാവും. അതൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടോ? ശരിക്കും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടോ ശരിക്കും? ഇല്ല, എന്നെ സംബന്ധിച്ച് ഞാനതിൽ എത്ര നന്നായിട്ട് പാടുക എന്നുള്ളൊരു രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. ഞാൻ കാന്താര ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്ത് ഇത് പാർട്ട് 1 എന്നാണെങ്കിലും ഇതിൻ്റെ വേറെ ഭാഗം ഇറങ്ങിയല്ലോ. അപ്പോൾ അതേ സമയത്ത് ഞാൻ ഒന്ന് ഇതുപോലത്തെ ഒരു മൂവിയിൽ വർക്ക് ചെയ്തതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഡബ്ബ് ചെയ്തു വരുന്ന സിനിമകൾക്കും പാട്ടുകൾക്കുള്ളൊരു പ്രശ്നം എന്നുള്ളത് കേട്ടിട്ടുള്ളത് ഇതിൻ്റെ ലിറിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗായകർക്ക് എന്നുള്ളതാണ്. അത് പാടി ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കന്നഡ വേർഷൻ കേട്ടിട്ടുണ്ടോ? ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയപ്പോഴായി 2 പാട്ടും കേൾക്കുന്നത്. ഒന്നതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്നൊരു പാട്ടാണ് കാന്താരയുടെ, പിന്നെ സെക്കൻഡ് ഹാഫിൽ ബ്രഹ്മകലശം. അപ്പോൾ ഇത് രണ്ടും ഡിഫറെൻറ്റ് ജോണറായിരുന്നു. ഈ ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും ഫേസ് ചെയ്യാറുള്ളത്. മലയാളത്തിലൊരു ഗായകൻ അതിൻ്റെ ഭാഷ മാറി പാടുമ്പം അപ്പോൾ ഒറിജിനൽ ആ ഒരു ഒരു രീതിയിലായിരിക്കുമല്ലോ എഴുതുന്നത്, കന്നഡ അല്ലെങ്കിൽ തമിഴ്. അപ്പോൾ സന്തോഷ് വർമ്മയാണ് ഇതിൻ്റെ മലയാളം എഴുതിയിരിക്കുന്നത്. സന്തോഷേട്ടനും ഞാനും സന്തോഷേട്ടൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. കാരണം ഞങ്ങളുടെ ഒരു എയിം അതായിരുന്നു. ഇതൊരിക്കലും അന്യഭാഷയാണെങ്കിലും മലയാളത്തിൽ കേൾക്കുന്ന ഒരു ഓഡിയൻസിന് ഇതൊരു ഒട്ടും അഫക്റ്റഡ് ആവരുത്. അവർക്ക് ഈസിലി എൻജോയബിൾ ആയിരിക്കണം. അവർക്ക് തോന്നണം ഇതൊരു ഒറിജിനൽ കമ്പോസിഷൻ ഇൻ മലയാളം എന്നുള്ളൊരു രീതിയിൽ അത് അവർക്ക് എടുക്കാവുള്ളൂ എന്നുള്ളൊരു മോട്ടീവിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തത്. ഞാനും അതിൽ വളരെ കുറച്ച് നിബന്ധന ഉണ്ടായിരുന്നു. അതിൽ ഈ യൂട്യൂബിലെ കമൻ്റൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മലയാളം വേർഷനാണ് കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ് ഭൂരിപക്ഷ അഭിപ്രായം വരുന്നത്. എന്ത് തോന്നുന്നു? സന്തോഷം. അത് നമ്മുടെ ഒരു വർക്കിൻ്റെ ഭാഗ്യമായിരിക്കും. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 7-8 ദിവസം അവരോടൊപ്പം ഉണ്ടായിരുന്നു. കാന്താര ടീമിനോടൊപ്പം ബാംഗ്ലൂരായിരുന്നു. അപ്പം ഐ വാസ് ഏബിൾ ടു ഗിവ് മൈ ബെസ്റ്റ്. എൻ്റെ ഒരു നല്ല വേർഷൻ എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നു. അതിൻ്റെ ഒറിജിനലിൽ പാടിയിരിക്കുന്നത് വേറൊരു സിംഗറാണ്. അദ്ദേഹം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. എന്തായാലും താങ്ക്സ് ടു കാന്താര ടീം ഫോർ മേക്കിംഗ് മി എ പാർട്ട്. തീർച്ചയായിട്ടും പ്രേക്ഷകരെല്ലാവരും പോയി തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. ഇതിൻ്റെ ഫുൾ ആൽബം ഉടനെ ഇറങ്ങും. 1-2 സോങ്സേ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി അടുത്ത പ്രൊജക്റ്റ് എന്താണ്? ഇനി നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് പ്രേക്ഷകർ? അടുത്തത് കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. ഞാൻ ഈയിടെയായിട്ട് പ്രോജക്റ്റ് ഏതാണെന്ന് പറയാറില്ല. കാരണം അത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് നമ്മുടെ വേർഷനാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം കുറച്ച് അതർ ലാംഗ്വേജ് പ്രോജക്ട്സ് ഉണ്ട്. മലയാളത്തിൽ കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. കുറച്ച് ഇൻഡിപെൻഡൻറ്റ് പ്രോജക്ട്സ് ഉണ്ട്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഹരിശങ്കർ എത്തട്ടെ. ഇനിയും മലയാളികൾക്ക് പ്രിയപ്പെട്ട ആഘോഷമാക്കാനുള്ള പാട്ടുകൾ ഉണ്ടാവട്ടെ. ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.